സ്നേഹം നിറഞ്ഞ പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പരീക്ഷയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എത്ര പാഠം കുട്ടികളെ പഠിപ്പിക്കണം എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമ്മുടെ കുട്ടികൾക്ക് നേടിക്കൊടുക്കാൻ കഴിയും. കേൾക്കുകയും കുട്ടികളെ ഇതുപോലെ പഠിപ്പിക്കുകയും ചെയ്യുക. ഇതിനേക്കാളും വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ നല്ല ചോദ്യപേപ്പർ വിവരിക്കുന്ന മറ്റൊരു വീഡിയോ കൂടെ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യപേപ്പർ സമസ്ത കഴിഞ്ഞ വർഷം മദ്രസകളിൽ നേരിട്ട് നടത്തിയതായതുകൊണ്ട് കൃത്യമായ രൂപം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും കഴിയും. ചോദ്യത്തിലേക്ക് വരുമ്പോൾ, നക്തുബുൽ അജ്വിബത്ത ബില്ലുഅത്തിൽ അറബിയ, അറബി ഭാഷയിൽ മുകളിലുള്ള ചോദ്യത്തിന് താഴെ ഉത്തരമെഴുതാനാണ്. 4 ചിത്രങ്ങൾ അവിടെ കാണുന്നുണ്ട് അല്ലേ? ആ 4 ചിത്രങ്ങളുടെയും മേലെ ചോദ്യം കൊടുത്തിട്ടുണ്ട്, താഴെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മാ ഹാദ, ഇത് എന്താണ്? ഹാദ മാഞ്ച, ഇത് മാങ്ങയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹാദിഹി മാഞ്ച എന്ന് പറയാത്തത്? അത് ഞങ്ങൾക്കറിയാലോ. ഹാദിഹി എന്ന് പറയണമെങ്കിൽ ഒന്നെങ്കിൽ സ്ത്രീ ആയിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീ വർഗത്തിൽപ്പെട്ടതായിരിക്കണം. അങ്ങനെ സ്ത്രീയോ സ്ത്രീ വർഗത്തിൽപ്പെട്ടതോ ആവുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ താ ഉണ്ടാകും. താ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഹാദിഹി കൊടുക്കുള്ളൂ. താ ഇല്ലാത്ത പദങ്ങൾ വരുന്നത് വളരെ അപൂർവമാണ്. എന്നാലും മൊത്തത്തിൽ പറയുമ്പോൾ താ ഉള്ളതിനോ സ്ത്രീയുടെ പേര് വരുമ്പോഴോ മാത്രമേ ഞങ്ങൾ ഹാദിഹി കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഹാദിഹി കൊടുക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മാങ്ങക്ക് ഹാദിഹി കൊടുക്കാതിരിക്കുന്നത്. മാങ്ങയിലെ മാഞ്ച എന്ന് പറയുമ്പോൾ അതിൽ താ ഇല്ല, പിന്നെ അത് സ്ത്രീ വർഗവുമല്ല. ഇനി അടുത്തത് ഉസ്താദ് പറഞ്ഞ പോലെയാണ് മാ ഹാദിഹി, ഇതെന്താണ്? രണ്ടിൻ്റെ അർത്ഥം ഇത് എന്ന് തന്നെയാണ്, പക്ഷേ വർഗം മാറുന്നതിനനുസരിച്ചുള്ള ചെറിയൊരു മാറ്റമാണ്. ആദിഹി ഹിറത്തുൻ എന്ന് ആദിഹി കൂട്ടി പറഞ്ഞു, കാരണം ഹിറത്തുൻ എഴുതുമ്പോൾ താവ് വരുന്നുണ്ട്. ഇനി മൻ ഹാദ, ഇത് ആരാണ്? ആൺകുട്ടിയുടെ ചിത്രമാണ് കാണുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഹാദ കൂട്ടിയിട്ട് തന്നെ പറയും, ഹാദ ബാസിമുൻ, ഇത് ബാസിമാണ്. ഇനി മാ ആദിഹി, മാ ആദിഹി എന്ന് ചോദിച്ചു, ഇതെന്താണ്? ആദിഹി വന്നപ്പോൾ തന്നെ ഉത്തരത്തിൽ അവസാനത്തിൽ താ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ആദിഹി സഹ്റത്തുൻ, ഇത് പൂവാകുന്നു. അപ്പോൾ രക്ഷിതാക്കൾ ഈ ചിത്രങ്ങളുടെ പേരുകളൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റായി വന്നിട്ടുള്ളത്. മാങ്ങ എന്ന് പറയാൻ മലയാളത്തിൽ അറിഞ്ഞതുകൊണ്ടായില്ല, മാഞ്ച എന്ന് അറബിയിൽ എഴുതാൻ കഴിയണം. പൂച്ച പൂച്ച എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, ഹിറത്തുൻ എന്നാണ് പൂച്ചക്ക് പറയുക എന്ന് അറിയണം. ആൺകുട്ടികളുടെ പേരുകൾ ബാസിം എന്ന പേരിലാണ്, അതും പഠിപ്പിക്കണം. പൂവിന് സഹ്റത്തുൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിലേ നമ്മൾ വിചാരിച്ച പോലെ 50 മാർക്കിലേക്ക് കുട്ടികളെ എത്തിക്കാൻ കഴിയുള്ളൂ. ഇനി രണ്ടാമത്തത് നുക്കമ്മിലു മായുനാസിബു, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. നമ്മളിപ്പോൾ ഈ വിശദീകരിച്ച വിഷയങ്ങൾ തന്നെ വീണ്ടും വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ എളുപ്പത്തിൽ പറയും. ബാബുൻ എന്നുള്ളതിന് മുമ്പിൽ നമ്മൾ ഏതാ വെച്ച് കൊടുക്കുക? ആദിഹി വെക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം ബാബുൻ എന്ന് പറഞ്ഞാൽ വാതിലാണ്, പിന്നെ അതിൽ താ ഇല്ല, അതുകൊണ്ട് ഹാദയേ പറ്റൂ. ആദിഹി കൊടുത്താൽ തെറ്റാണ്, അവനിക്ക് അറബി അറിയില്ല എന്നാണ് അതുകൊണ്ട് മനസ്സിലാവുക. പിന്നെ ഷജറത്തുൻ എന്ന് കൊടുത്തിട്ടുണ്ട്, വേഗം തിരിയും. തുൻ എന്ന് അവസാനമുള്ളത് കൊണ്ട് ഞങ്ങൾ ആദിഹിയെ കൊടുക്കൂ എന്ന് കുട്ടികൾ പറയും, ആദിഹി ഷജറത്തുൻ. ഇനി കുർസിയുൻ, കസേര, കസേര എന്ന് പറയുന്നത് അതിൽ താ ഇല്ല, അതുകൊണ്ട് ഹാദയാണ് വരിക. ഇനി ദജാജത്തുൻ, കോഴി, പിടക്കോഴിയാണ്, പെൺവർഗമാണ്, മാത്രമല്ല താവുണ്ട്, അപ്പോൾ ഹാദിഹി ദജാജത്തുൻ എന്നേ പറയാൻ പറ്റൂ. ഹാദ കൊടുത്താൽ വലിയ തെറ്റാണ് കേട്ടോ. ഇനി ദീക്കുൻ, പൂവൻ കോഴി, ആൺവർഗമാണ്, മാത്രമല്ല താവുമില്ല, അപ്പോൾ ഹാദ, ഇത് പൂവൻ കോഴിയാണ്. ഇനി സയ്യാറത്തുൻ, കാറ്, കാറ് എന്ന് പറയുന്നത് ഒരു പെണ്ണൊന്നുമല്ല, പെൺവർഗവുമല്ല, പിന്നെ അതിൽ പെൺവർഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന താ ഉണ്ട്, അതുകൊണ്ട് ഹാദ പറ്റില്ല. ഹാദിഹി സയ്യാറത്തുൻ എന്നാണ് പറയുക. നല്ല എളുപ്പമുള്ള ചോദ്യമാണ്, മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യം വായിക്കാം. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടാവില്ല, ഉണ്ടെങ്കിലൊന്ന് ചെയ്തേക്കുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക.
വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ താങ്ക്സോ അൽഹംദുലില്ലയോ ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ സന്തോഷത്തിന് എഴുതി അറിയിക്കുകയും ചെയ്യുക. മൂന്നാമത്തത് കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പമുള്ള നല്ലൊരു ചോദ്യമാണ്. നുക്കമ്മിലു കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ താഴോട്ട് പൂരിപ്പിച്ചു കൊടുക്കണം. ഇനി ഫുൾ അത് തന്നെയാണ്. അവിടെ ആദ്യം മഞ്ഞപ്പെട്ടിയിൽ അന എന്ന് കൊടുത്തിട്ടുണ്ട്, അന ഞാൻ. പിന്നെ ഒരു ഉസ്താദാണ് അവിടെ ഉള്ളത്, ഉസ്താദ് എന്ന് കൊടുത്തിട്ടുണ്ട്, അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ്. ഇനി അപ്പുറത്ത് ഇബിനുൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇബിനുൻ. പിന്നെ 2 കുട്ടികളുണ്ട്, അതിൽ പെൺകുട്ടി ആൺകുട്ടിയെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ഇബിനുൻ വരും വേണം. അങ്ങനെയാവുമ്പോൾ എന്താണ് അവിടെ വരേണ്ടത്, അൻത ഇബിനുൻ നീ ആൺകുട്ടിയാണ് എന്നാണ്. രക്ഷിതാക്കൾ അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ ചിത്രത്തിൽ കാണുന്നില്ലേ, കുട്ടി ചൂണ്ടുന്നുണ്ട്, ആ ചൂണ്ടുന്നത് കൊണ്ട് നീ എന്നുള്ള പ്രയോഗം അവിടെ വരണം, നീ ആൺകുട്ടിയാണ്. ഇനി ബിൻതുൻ എന്നുണ്ട്, ഒരാൺകുട്ടി പെൺകുട്ടിയിലേക്ക് കൈ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. ആ ചൂണ്ടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ എന്നാണ്. അപ്പോൾ നീ പെൺകുട്ടിയാണ് എന്നവിടെ എഴുതി കൊടുത്താൽ മതി. അതിന് അൻത പറ്റില്ല, അൻതി ബിൻതുൻ എന്നാണ് പറയേണ്ടത്. പെൺകുട്ടിക്ക് എന്താ പറയുക, ബിൻതുൻ. ആൺകുട്ടിയാണെങ്കിൽ ഇബിനുൻ. ഇത് 2 കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണേ. അപ്പോൾ അൻതി ഉപയോഗിക്കാൻ കാരണം സ്ത്രീ ആയതുകൊണ്ടാണ്. അപ്പോൾ സ്ത്രീ വർഗത്തിനും സ്ത്രീക്കും അൻതിയാണ് ഉപയോഗിക്കുക. 2ൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ ഇത് പറഞ്ഞ പോലെ നീ തന്നെയാണ്. പക്ഷേ ആണ് പെണ്ണ് എന്നുള്ളതിലുള്ള വ്യത്യാസമാണ്. ഇനി അന കൊടുത്തിട്ടുണ്ട്, പഴം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ അറബി അവിടെ എഴുതി കൊടുത്താൽ മതി, അന മൗസുൻ ഞാൻ പഴമാകുന്നു. അതുപോലെ തന്നെ അന കൈതച്ചക്ക കൊടുത്തിട്ടുണ്ട്, എന്താണ്, അന അനാനാസുൻ ഞാൻ കൈതച്ചക്കയാകുന്നു. അപ്പോൾ ഈ ഒരു രൂപത്തിലായിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്കുള്ള ചോദ്യം ഉണ്ടായിരുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് എളുപ്പം പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. 4 പാഠങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഭാഗമായി വരുന്നത്. നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ളത് നന്നായി പഠിപ്പിക്കുക. പ്രധാനമായും ഇതുപോലത്തെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചിത്രങ്ങൾക്കുള്ള പേരുകൾ, അതുപോലെ തന്നെ വാക്കുകളുടെ പേരുകൾ കുട്ടികൾ അറിയുന്നുണ്ടോ എന്ന് രക്ഷിതാക്കളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലാണ് ലിസാൻ്റെ മാർക്ക് കിടക്കുന്നത്. അതോടുകൂടെ തന്നെ ഈ ഹാദ ഹാദിഹി കുട്ടി എങ്ങനെ കൊടുത്തിട്ടും ശരിയാക്കി എഴുതുന്നുണ്ടോ എന്നും പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ കുട്ടിക്ക് 50 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ഉയർന്ന മാർക്കും ഉയർന്ന വിജയവും ഉണ്ടാവട്ടെ. ഇനിയും ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടണം. അതിന് സബ്സ്ക്രൈബായ സപ്പോർട്ട് ആവശ്യമാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. ലൈക്ക് കൊടുക്കാൻ മറന്നവർ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.